തനിച്ച് കേവല ഭൂരിപക്ഷം നേടാനായില്ലെങ്കിലും സഖ്യകക്ഷികളുമായി ചേർന്ന് സർക്കാർ രൂപീകരിക്കാനുള്ള നീക്കം സജീവമാക്കിയിരിക്കുകയാണ് ബി. സർക്കാർ രൂപീകരണത്തിന് മുന്നോടിയായുള്ള എൻഡിഎയുടെ നിർണായക യോഗം ഉടൻ ചേരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ നിതീഷ് അടക്കമുള്ള എൻഡിഎ നേതാക്കൾ പങ്കെടുക്കും. തങ്ങൾക്ക് മാത്രമായി കേവല ഭൂരിപക്ഷം ഇല്ലാത്തതിനാൽ സർക്കാർ രൂപീകരണത്തിന് പരമാവധി വിട്ടുവീഴ്ചകൾക്ക് ബി തയ്യാറാകേണ്ടി വരും. എൻഡിഎക്കൊപ്പം തുടരുമെന്ന് ടിഡിപിയും ജെഡിയുവും വ്യക്തമാക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ മറ്റു രാഷ്ട്രീയ നീക്കങ്ങൾ ഒന്നും ഉണ്ടായില്ലെങ്കിൽ നരേന്ദ്രമോദിക്ക് മൂന്നാമതും അധികാരത്തിൽ എത്തുമെന്നതിൽ തടസ്സമൊന്നുമുണ്ടാവില്ല. മറുവശത്ത് ഇന്ത്യ സഖ്യമാകട്ടെ വമ്പൻ തിരിച്ചുവരവ് നടത്തിയതിന്റെ ആശ്വാസത്തിലാണ്. ഭാവി നീക്കങ്ങൾ ചർച്ച ചെയ്യാൻ ഇന്ത്യ സഖ്യവും ഇന്ന് യോഗം ചേരുന്നുണ്ട്. വൈകിട്ട് 6-ന് AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ വസതിയിലാണ് നിർണായക യോഗം. എൻഡിഎയുടെ ഭാഗമായ ജെഡിയു, ടിഡിപി പാർട്ടികളെ ഏതെങ്കിലും വിധത്തിൽ ഒപ്പം നിർത്താനാകുമോ എന്നാണ് ഇന്ത്യ മുന്നണി പരിശോധിക്കുന്നത്. 292 പേരുടെ പിന്തുണയാണ് നിലവിൽ എൻഡിഎക്കുള്ളത്. ഇന്ത്യ മുന്നണിക്ക് 234 പേരുടെയും പിന്തുണയുണ്ട്. എൻഡിഎ ചേരിയിലുള്ള ജെഡിയുവിന് 12 പേരുടെയും ടിഡിപിക്ക് 16 പേരുടെയും പിന്തുണയുണ്ട്. ഇവരുടെ 28 അംഗങ്ങൾ ഇന്ത്യ മുന്നണിക്കൊപ്പം വരികയാണെങ്കിൽ 262ലേക്ക് ഇന്ത്യ മുന്നണി ഉയരും. അപ്പോഴും കേവല ഭൂരിപക്ഷത്തിന് 10 സീറ്റുകളുടെ കുറവുണ്ടാകും. ഇത്തരം ഒരു സാഹചര്യമുണ്ടായാൽ മറ്റു ചെറുകക്ഷികളും സ്വതന്ത്രരും തങ്ങളുടെ കൂടെ നിൽക്കുമെന്നാണ് ഇന്ത്യ മുന്നണിയുടെ വിശ്വാസം. സർക്കാർ രൂപീകരണത്തിനുള്ള സാധ്യതകൾ ആരായാൻ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിനോടും തെലുങ്കുദേശം പാർട്ടി അധ്യക്ഷൻ ചന്ദ്രബാബു നായിഡുവിനോടും കോൺഗ്രസ് സംസാരിക്കുമെന്നാണ് പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ പറയുന്നത്. ഇന്ത്യൻ ബ്ലോക്ക് സഖ്യകക്ഷിയായ ഉദ്ധവ് താക്കറെയാണ് ഇതാദ്യം പരസ്യമാക്കിയത്. സുസ്ഥിരമായ ഒരു സർക്കാർ രൂപീകരിക്കാൻ എല്ലാ സഖ്യ പങ്കാളികളെയും മറ്റുള്ളവരെയും ഒന്നിപ്പിച്ചു നിർത്തുന്നതിനായി ഞങ്ങൾ പ്രവർത്തിക്കുമെന്നായിരുന്നു മുതിർന്ന കോൺഗ്രസ് നേതാവ് സൽമാൻ ഖുർഷിദിന്റെ പ്രതികരണം. അതേസമയം ആദ്യഘട്ട പോളിംഗ് നടന്ന മണ്ഡലങ്ങളിൽ വൻ തിരിച്ചടിയാണ് ബി നേരിട്ടത്. വൻ സീറ്റ് നഷ്ടമാണ് ബിജെപിക്കുണ്ടായത്. 101 സീറ്റിൽ ഇന്ത്യ സഖ്യം 64 സീറ്റുകൾ നേടിയെടുത്തു. ബിജെപിക്ക് ആകെ ലഭിച്ചത് 303 സീറ്റും. ബിജെപിക്ക് വലിയ തിരിച്ചടിയുണ്ടായതും ഈ ഘട്ടത്തിൽ തന്നെ. ഇന്ത്യ സഖ്യം അപ്രതീക്ഷിതമായി ഈ സീറ്റുകളിൽ പലതിലും ലീഡ് നേടുകയായിരുന്നു. യുപിയിലെ സമാജ്വാദി പാർട്ടിയുടെ തിരിച്ചുവരവും ഇതിന് കാരണമായിട്ടുണ്ട്. പശ്ചിമ യുപിയിലാണ് ഇന്ത്യ സഖ്യം വൻ മുന്നേറ്റം നടത്തിയത്. അഖിലേഷിനൊപ്പം കോൺഗ്രസും എൻഡിഎയെ വീഴ്ത്തുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ചിട്ടുണ്ട്. സഹാരൻപൂർ, കൈരാന, മൊറാദാബാദ്, മുസഫർനഗർ, രാംപൂർ എന്നീ നിർണായക മണ്ഡലങ്ങളിൽ എസ്പിയോട് ബിജെപിക്ക് മുട്ടുമടക്കേണ്ടി വന്നു. പിലിഭിത്തിൽ ജിതിൻ പ്രസാദയും ബിജ്നോറിൽ RLDയും കാര്യമായ മുന്നേറ്റം ഇതിനിടയിലും നടത്തിയിട്ടുണ്ട്. എന്നാൽ പശ്ചിമ യുപിയിൽ ഇന്ത്യ സഖ്യം ശക്തമായ മുന്നേറ്റം കാഴ്ചവെക്കാൻ കാരണവും ഏറെയാണ്. രജ്പുത് വിഭാഗത്തിന്റെ രോഷം ഇവിടെ ശക്തമായിരുന്നു. യോഗി സർക്കാരിൽ ഈ വിഭാഗത്തിനുള്ള പ്രാധാന്യക്കുറവായിരുന്നു രോഷമായി പ്രതിഫലിച്ചത്. തുടർച്ചയായി ബിജെപി വരെ അവഗണിക്കുന്നതും വലിയ തിരിച്ചടിക്ക് കാരണമായിട്ടുണ്ട്. പശ്ചിമ യുപിയിലെ മൊത്തം ജനസംഖ്യയുടെ 10% രജ്പുത് വിഭാഗക്കാരാണ്. രജ്പുത് വിഭാഗക്കാർക്ക് ലോക്സഭാ ടിക്കറ്റ് വിതരണത്തിൽ ബിജെപിയിൽ കാര്യമായ പ്രാധാന്യം ലഭിച്ചിരുന്നില്ല. രജ്പുത് നേതാക്കളെ ബിജെപി പൂർണ്ണമായും അവഗണിച്ചിരുന്നു. ആദ്യഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലങ്ങളിലെ 8 സീറ്റിൽ ബിജെപി ഒരു രജ്പുത് വിഭാഗക്കാരനെ മാത്രമാണ് മത്സരിപ്പിച്ചത്. ബിജെപിയുടെ സിറ്റിംഗ് എംപിയും മുസാഫർനഗർ സ്ഥാനാർത്ഥിയുമായ കേന്ദ്രമന്ത്രി സഞ്ജീവ് ബല്യണിനെതിരെയായിരുന്നു രജ്പുത് വിഭാഗത്തിന്റെ പ്രതിഷേധം. സിറ്റിംഗ് എംപി VK സിംഗിനെ മാറ്റിയതും പകരം ബനിയ വിഭാഗം സ്ഥാനാർത്ഥിയെ ഗാസിയാബാദിൽ കൊണ്ടുവന്നതുമെല്ലാം ബിജെപിക്ക് തിരിച്ചടിയായി. പ്രചരണത്തിൽ രജ്പുത് വിഭാഗത്തെ അനുനയിപ്പിക്കാൻ മോദി അടക്കമുള്ളവർ ശ്രമിച്ചിരുന്നു. എന്നാൽ എസ്പിയുടെ പ്രചരണം ആ വികാരത്തെ കൃത്യമായി ഉപയോഗിക്കുകയായിരുന്നു.